കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങിയതിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികളുമായി പോലീസ്. പരാതിക്കാരന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി. എന്നാൽ പോലീസ് ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. നഷ്ടപരിഹാരം തേടി കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം 48 മണിക്കൂറിനുള്ളിൽ ഇന്ധനം നീക്കാൻ നടപടി തുടങ്ങണമെന്നും അല്ലെങ്കിൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ട് കപ്പൽ കമ്പനിയായ MLCക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് നൽകി. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഡാനി, ഈ കൊച്ചിയുടെ പുറംകടലിൽ ആദ്യം ഈ കപ്പൽ അപകടമുണ്ടായ സമയത്ത് അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ഈ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം, മത്സ്യത്തൊഴിലാളികൾക്ക് അത് എത്രത്തോളം വലിയ ദുരിതം സൃഷ്ടിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ഉയർന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും സർക്കാർ ഇത്തരത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടന്നത്. ഇതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വരുമ്പോൾ പൊതുതാൽപര്യ ഹർജി അടക്കം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഏതൊക്കെ തരത്തിലായിരിക്കാം ഇനി നിയമ നടപടികൾ മുന്നോട്ട് പോവുക? അതിന്റെ വിശദാംശങ്ങൾ. ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഒരു തീർച്ചയായും ആ കാര്യത്തിൽ ഒരു നിഗമനമുണ്ടായിരുന്നു. കാരണം ഹൈക്കോടതി കേസ് ഹർജി സമർപ്പിക്കുകയും പിന്നീട് അത് പരിഗണിക്കുകയും ഇപ്പോൾ ഇന്ന് വീണ്ടും വരികയും ചെയ്യുമ്പോൾ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേസെടുക്കാത്തതടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരുപക്ഷെ അത് വിമർശന വിധേയമായേക്കാം എന്ന ഒരു നിഗമനം കൂടി ഇന്നലെ എടുത്ത കേസിന് പിന്നിലുണ്ടെന്ന ഒരു ആരോപണമുണ്ട്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്നതാണ്. വളരെ വൈകിയാണെങ്കിലും അത്തരം നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വന്നിരിക്കുന്നു. മറ്റ് വഴികളില്ല എന്ന രീതിയിൽ തന്നെയാണ് വലിയ വിമർശനം ഈ കാര്യത്തിൽ ഉയർന്നിരുന്നു. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു കേസ് എടുക്കാതെ മുന്നോട്ട് പോകുന്നു? കാരണം വളരെയധികം സംഭവങ്ങൾ കടലിൽ നടക്കുമ്പോൾ രാജ്യത്ത് പലയിടത്തും തന്നെ ഈ സമാനമായ രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിലെല്ലാം കേസെടുത്ത് പോകുമ്പോൾ ഇവിടെ ഇവരെ ഒഴിവാക്കുന്നു. ഈ കമ്പനിയുമായുള്ള ബന്ധം മാത്രം വെച്ചുകൊണ്ട് അവർ ഇത്രമേൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ഇവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പല രീതിയിലേക്ക് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി കമ്പനിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നത്. അതിപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇന്നലെ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ കപ്പൽ ജീവനക്കാർ ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ പങ്കെടുത്ത നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഉദ്യോഗസ്ഥരുണ്ട്. അവരിൽ നിന്നെല്ലാം വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കപ്പൽ ജീവനക്കാർ ഇപ്പോഴും രാജ്യത്ത് തന്നെയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് കേസുമായി മുന്നോട്ട് പോകുക. പക്ഷേ ദുർബലമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കമ്പനിക്കെതിരെ എല്ലാം തന്നെ ചുമത്തിയിരിക്കുന്നത് എന്ന ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. വലിയ കാര്യമുള്ള വകുപ്പുകളൊന്നും തന്നെയല്ല ഇവരിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ പരിക്കുകളില്ലാതെ പോകുന്ന കാര്യമാണ് ഈ വകുപ്പുകളിലുള്ളത് എന്ന് പറയുന്നു. അതിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത് 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഗുരുതരമായ വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ പരാതികളില്ലാതെ കേസെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഗുരുതര പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടാണ് പരാതിക്ക് വേണ്ടി കാത്തിരുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇനി അതിൻ്റെ ഒരു കേസിൻ്റെ ഒരു തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ കേസ് ഹൈക്കോടതിയിൽ ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരേണ്ടതുണ്ട്. നേരത്തെ ഈ ഹൈക്കോടതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നപ്പോൾ മാത്രമാണ് ഈ കപ്പലിലുണ്ടായിരുന്നത് എന്താണ്, കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലും അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് സർക്കാർ പുറത്തുവിടുകയും അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാനായിട്ട് സാധിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഈ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ, പൂർണ്ണ വിശദാംശങ്ങൾ കോടതിക്ക് മുൻപാകെ സർക്കാർ അറിയിക്കുകയും ചെയ്യും. ഇതുവരെ എന്ത് നടപടികൾ സ്വീകരിച്ചിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയം ഇപ്പോൾ അവർക്ക് എതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ചേർത്തിരിക്കുന്നത്. കാരണം ഇവിടെ നടപടികൾ എടുക്കാൻ വൈകി എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നൊരു സംഭവത്തിൽ ഇത് നടപടികളെടുക്കാൻ
കമ്പനി വൈകിയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഈ അവശിഷ്ടങ്ങളടക്കം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് ഒന്നും തന്നെയും സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇന്ന് ഈ കേസ്, ഈ മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും അതിൻ്റെ തുടർ നടപടികളും മുന്നോട്ട് പോകുന്നത്. ആര്യ, തീർച്ചയായും ഡാനി, അതായത് സാധാരണക്കാരായ മനുഷ്യർക്കും പ്രകൃതിക്കും അത്രത്തോളം ദുരിതം സൃഷ്ടിച്ച ഈ കപ്പൽ അപകടത്തിൽ ഇനി ഹൈക്കോടതി ഇന്ന് ഈ പൊതുതാൽപര്യ ഹർജി അടക്കം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ എന്ത് പറയും എന്നതുകൂടി നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്, 10 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ കേരള തീരത്തിന് സമീപത്തായിട്ട് 2 കപ്പൽ അപകടങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത്. ഒന്ന് കൊച്ചി തീരത്തിന് സമീപത്തായിരുന്നുവെങ്കിൽ മറ്റൊന്ന് കോഴിക്കോട്